മഞ്ജു വാര്യരെക്കുറിച്ച് തുടരെ ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട് വീണ്ടും വാർത്താ പ്രാധാന്യം നേടുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണെന്നും ഇക്കാര്യം മഞ്ജു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വാദിക്കുന്ന സനൽകുമാർ മഞ്ജുവിൻ്റേതെന്ന പേരിൽ ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി മഞ്ജുവിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളും അയാൾ ഇടുന്നുണ്ട്. സനൽകുമാർ ശശിധരന്റെ കയറ്റം എന്ന സിനിമയിൽ മഞ്ജു നായികയായി അഭിനയിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി സംവിധായകൻ രംഗത്ത് വരുവാൻ തുടങ്ങിയത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം വരുന്നുണ്ട്. പുറത്തുവിട്ട ശബ്ദരേഖയിൽ സംസാരിക്കുന്ന സ്ത്രീ മഞ്ജു വാര്യർ അല്ലെന്ന് ഏവരും പറയുന്നു. നടിയെ മനഃപൂർവ്വം വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും വാദമുണ്ട്. മഞ്ജു വാര്യരോട് തനിക്ക് പ്രണയമാണെന്നാണ് സനൽകുമാർ പറയുന്നത്. വർഷങ്ങളായി നടിയെ വിടാതെ ശല്യപ്പെടുത്തുന്നത് എന്തിനാണെന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയരുന്നു. ഇതിനിടെ സംവിധായകന്റെ സ്വകാര്യ ജീവിതവും ജനശ്രദ്ധയിലേക്ക് വരികയാണ്. വിവാഹമോചിതനാണ് സനൽകുമാർ. ബന്ധം പിരിയുന്ന കാര്യം സനൽകുമാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. സിനിമയോടൊപ്പമുള്ള യാത്രയിൽ താൻ വ്യക്തിജീവിതത്തെ പലപ്പോഴും മറക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് സനൽകുമാർ പറഞ്ഞത്. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ വെച്ചാണ് തങ്ങൾ കണ്ടുമുട്ടിയതും ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചതും. പിന്നീടുള്ള 20 വർഷങ്ങൾ പുസ്തകങ്ങൾ എഴുതാവുന്നത്ര കയ്പും മധുരവും നിറഞ്ഞതായിരുന്നു. വിവാഹശേഷമുണ്ടായ നിരവധി പ്രണയബന്ധങ്ങളും ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള സിനിമാ നിർമ്മാണവും സിനിമാ വണ്ടി വഴിയുള്ള വിതരണവും പ്രചരണവും അവഗണനകൾക്കെതിരെയുള്ള പൊരുതലുകളുമൊക്കെയായിരുന്നു തന്റെ സിനിമാ ജീവിതം. ഇതിനിടയിൽ 2 കുട്ടികളുള്ള കുടുംബം എനിക്ക് എങ്ങനെ ഉണ്ടായെന്നും ഇതുവരെ എങ്ങനെ നിലനിന്നുവെന്നും വിശദീകരിക്കലാണ് പ്രയാസമെന്നും വിവാഹമോചന സമയത്ത് പങ്കുവച്ച കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ പറഞ്ഞിരുന്നു. ഒഴിവ് ദിവസത്തെ കളി, സെക്സി ദുർഗ, ചോല, വഴക്ക്, കയറ്റം തുടങ്ങിയവയാണ് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത സിനിമകൾ. അടുത്തിടെ വഴക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് ടോവിനോ തോമസിനെതിരെ സനൽകുമാർ രംഗത്ത് വന്നിരുന്നു. വഴക്ക് റിലീസ് ചെയ്യാൻ ടോവിനോ ശ്രമിക്കുന്നില്ലെന്നും ഈ സിനിമ തിയേറ്ററുകളിലെത്തിയാൽ തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് ടോവിനോ പറഞ്ഞു എന്നുമാണ് ആരോപണം. പിന്നാലെ നടൻ ഈ ആരോപണം നിഷേധിച്ചു. യൂട്യൂബിലൂടെ വഴക്ക് സനൽകുമാർ ശശിധരൻ പുറത്തിറക്കുകയും ചെയ്തു. കയറ്റവും ഓൺലൈൻ വഴി സൗജന്യമായി പുറത്തിറക്കിയിട്ടുണ്ട്. മഞ്ജു വാര്യരുടേതെന്ന പേരിൽ പുറത്തുവിട്ട ശബ്ദരേഖ വ്യാജമാണെന്ന വാദവും ഇതിനിടയിൽ ശക്തമാണ്. തമിഴ് കലർന്ന മലയാളത്തിലാണ് ശബ്ദരേഖയിലെ സ്ത്രീ സംസാരിക്കുന്നത്. മഞ്ജു വാര്യരുടെ ശബ്ദത്തിൽ നിന്നും വലിയ വ്യത്യാസവുമുണ്ട്. എന്നാൽ മഞ്ജുവിൻ്റേതാണ് ഈ ശബ്ദരേഖയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സനൽകുമാർ ശശിധരൻ. ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നടി അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24 ന്യൂസ് മലയാളം.